നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. മൂന്നാറിൽ ചൂടേറും. മൂന്നാറിൽ നിയമം ലംഘിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണമെന്ന നിയമസഭാ ഉപസമിതി. പരിസ്ഥിതി സംരക്ഷണത്തിനായി 6 മാസത്തിനകം പ്രത്യേക അതോറിറ്റി രൂപീകരിക്കണം. പണി പൂർത്തിയാകുന്ന കെട്ടിടങ്ങളുടെ നിർമ്മാണം നിർത്തിവയ്പ്പിക്കാനും നിർദ്ദേശം. വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി പതിച്ചു നൽകിയ പട്ടയങ്ങൾ റദ്ദാക്കണം. അനുവദനീയമല്ലാത്ത ഉയരമുള്ള വാണിജ്യ സ്ഥാപനങ്ങളുടെ നിർമ്മാണം തടയണമെന്നും ശുപാർശ. മുല്ലക്കര രത്നാകരൻ അധ്യക്ഷനായ സമിതിയുടെ നിർദ്ദേശം മൂന്നാറിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് നടത്തിയ 1ാം പഠന റിപ്പോർട്ടിൽ. ട്രാക്കിലേറി മെട്രോ. കൊച്ചി മെട്രോയുടെ ആദ്യഘട്ട ഉദ്ഘാടനം ഏപ്രിലിൽ. റെയിൽവേ സുരക്ഷാ കമ്മീഷണറുടെ പരിശോധന പൂർത്തിയായാലുടൻ അന്തിമ തീയതി പ്രഖ്യാപിക്കുമെന്ന് KMRL മുഖ്യോപദേഷ്ടാവ് E. ശ്രീധരൻ. ആദ്യ സർവീസ് ആലുവ മുതൽ പാലാരിവട്ടം വരെ. പ്രതിസന്ധി നീങ്ങിയത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിൽ. ആലുവ മുതൽ മഹാരാജാസ് വരെ പണി പൂർത്തിയായിട്ട് മതി ഉദ്ഘാടനമെന്ന മുൻ നിലപാടിൽ സർക്കാർ അയവ് വരുത്തുകയായിരുന്നു. പാലാരിവട്ടം വരെയുള്ള സ്റ്റേഷനുകളുടെയും പാർക്കിംഗ് സ്ഥലത്തിന്റെയും നിർമ്മാണം ഈ മാസം അവസാനത്തോടെ പൂർത്തിയാകും. മരണം ദുരൂഹം. കൊച്ചിയിൽ CA വിദ്യാർത്ഥിനി മിഷേൽ ഷാജിയുടെ ദുരൂഹ മരണത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. സംഭവത്തിൽ പോലീസ് വീഴ്ച പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. വിശദീകരണം പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് മറുപടിയായി. വിദ്യാർത്ഥിയുടെ മരണത്തിൽ കൊലപാതക സാധ്യത തള്ളിക്കളഞ്ഞ് ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ പോലീസ് ശ്രമിച്ചെന്ന് അനൂപ് ജേക്കബ്. അതിനിടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത യുവാവിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ഇയാൾ മിഷേലിനെ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നുവെന്ന കൂട്ടുകാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചെന്നൈയിൽ നിന്ന് വിളിച്ചു വരുത്തിയാണ് നടപടി. സംഭവ ദിവസം പെൺകുട്ടി പള്ളിയിൽ വന്നതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന്. പരീക്കറിൽ തുടങ്ങുന്ന പുനഃസംഘടന. മനോഹർ പരീക്കറുടെ രാജിയോടെ കേന്ദ്ര മന്ത്രിസഭയിൽ അഴിച്ചുപണിക്ക് കളമൊരുക്കം. കറൻസി പ്രതിസന്ധിയിൽ ജനങ്ങളുടെ ദുരിതം കുറയ്ക്കുന്നതിൽ പരാജയപ്പെട്ട ധനമന്ത്രിക്ക് സ്ഥാനമാറ്റമുണ്ടാകുമെന്ന് അഭ്യൂഹം. പരീക്കർക്ക് പകരം അരുൺ ജെയ്റ്റ്ലി പ്രതിരോധ മന്ത്രി ആയിരിക്കും. നിലവിൽ ഊർജ്ജ സഹമന്ത്രിയായ പീയൂഷ് ഗോയൽ പുതിയ ധനമന്ത്രിയാകാൻ സാധ്യതയെന്ന റിപ്പോർട്ട്. ഊർജ്ജ മേഖലയിൽ ഗോയലിന്റേത് മികച്ച ഭരണമെന്ന് വിലയിരുത്തൽ. നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുത്തുവരുന്ന ഗുജറാത്തിനും കർണാടകത്തിനും പുനഃസംഘടനയിൽ കൂടുതൽ പ്രാതിനിധ്യം. അതേസമയം കേരളത്തിലെ NDA സഖ്യകക്ഷികൾക്ക് കേന്ദ്ര സർക്കാർ പദവികളിൽ നിയമനത്തിനു സാധ്യത. മന്ത്രിസഭ അഴിച്ചുപണിക്ക് പിന്നാലെ പാർട്ടി ദേശീയ ഭാരവാഹി പുനഃസംഘടനയും പരിഗണനയിൽ. കേന്ദ്ര ഭാരവാഹിത്വ നിരയിൽ കേരള നേതാക്കൾക്ക് സാധ്യതയെന്നും സൂചന. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2700 രൂപ, പവൻ 21,600 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.